വലിയ ദുരന്തത്തിനാണ് തമിഴ്നാട് ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കരൂരിലാണ് നടൻ വിജയുടെ തമിഴക വെற்றிക്കഴകത്തിന്റെ റാലി ഇന്നുണ്ടായിരുന്നത്. ആ റാലിക്കിടെയാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം സംഭവിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട 36 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 16 സ്ത്രീകളും 8 കുട്ടികളുമുണ്ട്. പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണ്. തമിഴക വെற்றிക്കഴകം പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. അതിനിടെ പ്രസംഗം പൂർത്തിയാക്കാതെ വിജയ് മടങ്ങി. കരൂർ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അജ്മൽ ദിരാറും അജയ് കുഞ്ഞുമോനും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ ദിരാർ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ നമുക്ക് ഈ നിമിഷത്തിൽ ലഭ്യമാകുന്നുണ്ട്? അമൃത, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന വാർത്തകളിൽ ചിലത് തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള CP രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ അപകടത്തിൽ, ദുരന്തത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം ഈ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരോട് എത്രയും പെട്ടെന്ന് ഈ ദുരന്തത്തിൻ്റെ സഹായങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗവത്താകാൻ കൂടി അദ്ദേഹം നിർദ്ദേശവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, അങ്ങനെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ, വ്യക്തിത്വങ്ങളൊക്കെ അവരുടെ അഗാധമായ ദുഃഖം തമിഴ്നാട്ടിലെ ഈ ജനങ്ങളോട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട, ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമൃത, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതായത് തമിഴ്നാട് സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചീഫ് സെക്രട്ടറി അടക്കം എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും തമിഴ്നാട്ടിലെ കരൂരിലെ ദുരന്തത്തിൽ അകപ്പെട്ട് മരിച്ചുപോയ മനുഷ്യർക്ക് 10 ലക്ഷം രൂപ അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അപകടത്തിൽപ്പെട്ട മനുഷ്യരുടെ കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപയും ഒക്കെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കൃത്യമായ രാഷ്ട്രീയ സന്ദർശനങ്ങൾ കൂടി നൽകുന്ന ഒരു നിലയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ വരുന്നത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി പരിഗണിച്ച് തന്നെയാകണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിനോട്, തമിഴ്നാട് സർക്കാരിനോട് ഈ കരൂരിലെ ദുരന്തത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമൃത, നമുക്കറിയാം തമിഴ്നാട്ടിൽ വിജയെ പോലൊരു രാഷ്ട്രീയ നേതാവ് പങ്കെടുക്കുന്ന, ഇപ്പോഴാണ് വിജയ് ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം പൂർത്തിയാക്കി എന്നുള്ളത് ഇനിയൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും ഈ നിമിഷം വിജയ് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ായിട്ടാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും അദ്ദേഹത്തെ കാണാൻ ആളുകൾ തടിച്ചുകൂടുന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കാണാൻ ആളുകൾ കാത്തു നിൽക്കുന്നു. 6 മണിക്കൂർ കാത്തു നിൽക്കുന്ന മനുഷ്യർ തിക്കിലും തിരക്കിലും പെടുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായ മനുഷ്യർക്കിടയിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കേവലം കുപ്പിവെള്ളം, 1 or 2 അല്ലെങ്കിൽ കുറച്ച് എണ്ണം, വളരെ കുറച്ചെണ്ണം കുപ്പിവെള്ളം അദ്ദേഹം ഈ കാണാൻ വന്ന പ്രേക്ഷകർക്കിടയിലേക്ക്, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ഈ വെള്ളം പിടിക്കാനായിട്ട് ആളുകൾ ഈ ദുരന്തത്തിനിടയിൽ ഒരുമിച്ച് കൂടുകയും ഇടിപിടി കൂട്ടുകയും ചെയ്തത് ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടിയതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിജയെ കാത്ത് 6 മണിക്കൂർ നിൽക്കുന്നു. വിജയ് വരുന്ന വേളയിൽ വിജയെ കാണാനായിട്ട് ആ വേദിയിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ അപകടമുണ്ടാകുന്നു. ആ അപകടത്തിലേക്ക് വെള്ളം കിട്ടാതെ നിൽക്കുന്നവർക്കിടയിലേക്ക്, ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്നവർക്കിടയിലേക്ക് വിജയ് കുപ്പിവെള്ളം ഇട്ട് കൊടുക്കുന്നു. അത് പിടിക്കാനായി ആളുകൾ ശ്രമിക്കുന്നതിനിടയിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുന്നു.